ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെണ്ണും ചെക്കനും ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് തണ്ണിയൂത്താണ് കേട്ടോ. തണ്ണിയൂത്തിന് എന്താണെന്ന് വെച്ചാൽ സ്ത്രീജനങ്ങൾ കുടവുമായിട്ട് പോയിട്ട് ഇതിൻ്റെ ഓടിച്ചെടുത്തിന് തൊട്ട് ബാക്കിലൊരു കോവിലുണ്ട്. ആ കോവിലാണ് കേട്ടോ നമുക്ക് പോവാം. ചടങ്ങുകൾ കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിന് തൊട്ട് ബാക്കിലൊരു ഗണപതി കോവിലുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ തണ്ണിയൂത്തിൻ്റെ വെള്ളം അവർ ശേഖരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കുടത്തിൽ എന്താണ് കുറിയൊക്കെ തൊട്ട് തേങ്ങയൊക്കെ വെച്ച്, അതായത് വെറ്റിലയൊക്കെ വെച്ച് കെട്ടി വളരെയധികം പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു വേള തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ആൾക്കാർക്കും ചെക്കൻ്റെ ആൾക്കാർക്കും എല്ലാ ചടങ്ങുകളും സെപ്പറേറ്റ് ഉണ്ട്. കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാദസ്വരം തന്നെയാണ് കേട്ടോ. കച്ചേരിയില്ലാതെ പരിപാടിയില്ല. ഓഡിറ്റോറിയത്തിലെത്തി ഈ തൊഴുത് നിൽക്കുന്നതാണ് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും. പിന്നെ അതിനുശേഷം അടുത്ത ചടങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇത് വെറ്റില കെട്ടുന്നതാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. രണ്ട് മരങ്ങളെന്ന് പറയാൻ കഴിയില്ല, ഏതോ ഒരു മരത്തിൻ്റെ ശാഖകൾ മാത്രമാണ്. അപ്പോൾ അതിങ്ങനെ കെട്ടിവെച്ച് അതിനെ ബന്ധിക്കുന്ന രീതിയിൽ, അതായത് കല്യാണം കഴിക്കുന്ന രീതിയിൽ ഒക്കെയാണ്. കാരണം അത് അങ്ങനെ തോന്നാനുണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെണ്ണിന് താലി കെട്ടുന്ന സമയത്ത് വിളിക്കുന്ന രീതിയിലാണ് നാദസ്വരം വായിക്കുന്നുണ്ടായിരുന്നത്. പെണ്ണും ചെക്കനുമായിട്ടുള്ള സങ്കല്പം അങ്ങനെ എന്തോ ആണ്. രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഉച്ചക്കത്തെ ഭക്ഷണമാണ്. ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ആ ഇല വെച്ചത് മുതൽ നിങ്ങൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ വിളമ്പുന്നതും ഒക്കെ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് മുതലുണ്ട് കേട്ടോ. ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു തോരൻ, പിന്നെ പപ്പടം. സ്റ്റാർട്ടറിൽ തുടങ്ങിയെങ്കിലും ഓരോരോ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഐറ്റംസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലായിരുന്നു നമ്മുടെ പച്ചരിച്ചോറ് വന്നത്. അപ്പോൾ പച്ചരിച്ചോറിന് ആദ്യം നമുക്കൊരു പുലാവ് ടൈപ്പ് സാധനം ഉണ്ടായിരുന്നത്, തൈരും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പച്ചരിച്ചോറിന് നല്ല പരിപ്പ് കറിയായിരുന്നു, ദാൽ കറി. അപ്പോൾ അതിൻ്റെ മേലെ നെയ്യ്, അതും കഴിച്ച് ചോറും കഴിച്ചതിന് ശേഷം നമ്മുടെ അവിടെ ഒരു സ്വീറ്റ് ഉണ്ട്. ആ സ്വീറ്റിൽ നമ്മുടെ പായസവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മേനും കഴിച്ചിട്ടില്ല ഗൈസ്. സംഭവം പൊളിയാണ്, പക്ഷെ നമുക്ക് വയറില്ല ഗൈസ്. അല്ലേ, നമ്മൾ സാധാരണ തിന്നത്ര തിന്നിട്ടില്ലല്ലോ, പക്ഷെ വിശപ്പ് തീർന്നു. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ദഹനത്തിനായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ അത് നമുക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഐസ്ക്രീം കഴിക്കുന്നവർ ഐസ്ക്രീം കഴിച്ചു. അതാണ് ഞാൻ എടുത്ത രസം. അപ്പോൾ നമ്മുടെ ആ വീട്ടിലെ ശരിയായിട്ടില്ല. അപ്പോൾ നമ്മുടെ കിത്തു അടിപൊളിയായിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴത്തേനും അടുത്ത ചടങ്ങായി. ഈ വെറ്റിലക്കെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണിത് കേട്ടോ. അപ്പം അപ്പുറം കല്യാണം കഴിച്ച രീതിയിലുള്ള ഒരു എന്താ പറയുക, മരത്തിൻ്റെ ഇതൊക്കെ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പെണ്ണിനെ കൊണ്ട് ഓരോ ഇത് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇത് എന്താ പറയുക, ഗർഭാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ എന്നുള്ളത് തോന്നാതില്ല. കാരണം അതുപോലെയൊക്കെയാണ് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നീട് പെണ്ണിനെ രണ്ടുപേർ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. പിന്നെ അപ്പോൾ നമ്മുടെ തണ്ണിയൂത്തിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ വേറെയുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.